2026 കേരള നിയമസഭ തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അത് കേരളത്തിൽ നടക്കുന്ന 17ാമത്തെ തിരഞ്ഞെടുപ്പാണ്. 2026 നടന്ന തിരഞ്ഞെടുപ്പ്, നിയമസഭാ തിരഞ്ഞെടുപ്പ് 17ാമത്തെ തിരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ 2026 രൂപീകരിച്ചിരിക്കുന്നത് 16ാമത്തെ മന്ത്രിസഭയുമാണ്. തിരഞ്ഞെടുപ്പ് നടന്ന ദിവസം 2026 ഏപ്രിൽ 9. റിസൾട്ട് വന്നത് 2026 മെയ് 4. മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തത് 2026 മെയ് 18. കേരള നിയമസഭ മണ്ഡലങ്ങളുടെ എണ്ണം 140. അതിൽ പട്ടികജാതി സീറ്റുകൾ 14, പട്ടികവർഗ സീറ്റുകൾ 2. അവ സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയുമാണ്. വോട്ടർമാർ കൂടുതലുള്ള ജില്ല മലപ്പുറം, മണ്ഡലം തിരൂർ. വോട്ടർമാർ കുറവുള്ള ജില്ല വയനാട്, മണ്ഡലം എറണാകുളം. 2026 പോളിംഗ് ശതമാനം 79.63. 79.63%. പോളിംഗ് ശതമാനം കൂടുതൽ ഉള്ള ജില്ല കോഴിക്കോട്, മണ്ഡലം കുന്നമംഗലം. പോളിംഗ് ശതമാനം കുറവ് ഉള്ള ജില്ല പത്തനംതിട്ട, മണ്ഡലം റാന്നി. കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിച്ച മണ്ഡലം കൊടുവള്ളി. അവിടെ 13 സ്ഥാനാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. അതിൽ വിജയിച്ചത് PK ഫിറോസ്. കൂടുതൽ ഭൂരിപക്ഷം PK കുഞ്ഞാലിക്കുട്ടി, മലപ്പുറത്താണ് മണ്ഡലം. കുറഞ്ഞ ഭൂരിപക്ഷം C രവീന്ദ്രനാഥ്, മണലൂരാണ് മണ്ഡലം. പ്രായം കൂടിയ അംഗം പിണറായി വിജയൻ, ധർമ്മടമാണ് മണ്ഡലം. വയസ്സ് 82. പ്രായം കുറഞ്ഞ അംഗം 2 പേരുണ്ട്. AD തോമസ്, ആലപ്പുഴ, VT സൂരജ്, ബാലുശ്ശേരി. ഇനി സീറ്റുകളുടെ എണ്ണം. സീറ്റ് UDF അഥവാ കോൺഗ്രസുകളുടെ സീറ്റുകളുടെ എണ്ണം 102. LDF അഥവാ കമ്മ്യൂണിസ്റ്റ് CPM സീറ്റുകൾ 35. NDA 3 സീറ്റുകളിൽ വിജയിച്ചു. നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ മണ്ഡലങ്ങളിലാണ് വിജയിച്ചത്. നേമവും കഴക്കൂട്ടവും തിരുവനന്തപുരത്തുള്ള സ്ഥലങ്ങളാണ്. ചാത്തന്നൂർ കൊല്ലം ജില്ലയിലുള്ള മണ്ഡലമാണ്. ഇനി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത് INC ആണ്. സീറ്റ് എണ്ണം 63. 16ാം കേരള നിയമസഭയുടെ ചീഫ് വിപ്പ് അപ്പു ജോൺ ജോസഫ്, തൊടുപുഴയാണ് മണ്ഡലം. 16ാം കേരള നിയമസഭയുടെ പ്രോടൈം സ്പീക്കർ G സുധാകരൻ, അമ്പലപ്പുഴ. 16ാം കേരള നിയമസഭയുടെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കോട്ടയമാണ് മണ്ഡലം. 16ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, മണ്ഡലം അരൂർ. 16ാം കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, ധർമ്മടം, മണ്ഡലം ധർമ്മടം. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അലേക്കർ, കൂടാതെ തമിഴ്നാടിൻ്റെ കൂടെ ഗവർണറാണ്. ഇതിൽ 16ാമത്തെ കേരള നിയമസഭയുടെ സ്പീക്കർ തിരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിലും കോൺഗ്രസ്സിലെ പ്രതിനിധീകരിക്കുന്ന സ്ഥാനാർത്ഥിയായിരിക്കും വിജയിക്കുന്നത്. കാരണം കോൺഗ്രസ്സിനാണ് കൂടുതൽ സീറ്റുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ സ്പീക്കറായിട്ടുള്ളത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി മന്ത്രിമാർ, മണ്ഡലം, വകുപ്പ് എന്നിവയാണ് പറയാൻ പോകുന്നത്. മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി കൂടാതെ 20 മന്ത്രിമാരാണ് ഉള്ളത്. അതിൽ നമ്മൾ മുഖ്യമന്ത്രി ആയിട്ടുള്ള VD സതീശൻ്റെ മണ്ഡലം പറവൂരാണ്.
വി ഡി സതീശൻ വകുപ്പുകൾ പൊതുഭരണം, ധനകാര്യം, തുറമുഖം, നികുതി, നിയമം. രമേശ് ചെന്നിത്തല മണ്ഡലം ഹരിപ്പാട്, ചുമതലകൾ ആഭ്യന്തരം, വിജിലൻസ്, ജയിൽ, ഫയർ ആൻഡ് റെസ്ക്യൂ. കെ മുരളീധരൻ വട്ടിയൂർക്കാവാണ് മണ്ഡലം, ആരോഗ്യം, ദേവസ്വം, ആയുഷാണ് വകുപ്പുകൾ. എൻ ഷംസുദ്ദീൻ മണ്ഡലം മണ്ണാർക്കാട്, വകുപ്പുകൾ വിദ്യാഭ്യാസം, വഖഫ്, ഹജ്ജ്, ന്യൂനപക്ഷക്ഷേമം. റോജി എം ജോൺ മണ്ഡലം അങ്കമാലി, വകുപ്പ് ഉന്നത വിദ്യാഭ്യാസം. സണ്ണി ജോസഫ് മണ്ഡലം പേരാവൂർ, വകുപ്പ് വൈദ്യുതി, പരിസ്ഥിതി, പാർലമെൻ്ററി കാര്യം. എ പി അനിൽകുമാർ മണ്ഡലം വണ്ടൂർ, വകുപ്പ് റവന്യൂ. കെ എ തുളസി മണ്ഡലം കോങ്ങാട്, വകുപ്പ് പിന്നോക്ക സമുദായ ക്ഷേമം, അതായത് പട്ടികജാതി പട്ടികവർഗ ക്ഷേമം. ബിന്ദു കൃഷ്ണ മണ്ഡലം കൊല്ലം, വകുപ്പ് വനിതാ ശിശുക്ഷേമം, തൊഴിൽ, ക്ഷീരവികസനം. ഇനി പി സി വിഷ്ണുനാഥ് മണ്ഡലം കുണ്ടറ, വകുപ്പ് സാംസ്കാരികം, ടൂറിസം, സിനിമ. സി പി ജോൺ മണ്ഡലം തിരുവനന്തപുരം, വകുപ്പ് ഗതാഗതം. പി കെ കുഞ്ഞാലിക്കുട്ടി മണ്ഡലം മലപ്പുറം, വകുപ്പുകൾ ടി, വ്യവസായം, വാണിജ്യം, ഖനനം, ടെക്സ്റ്റൈൽസ് ആൻഡ് കൈത്തറി, AI. ഒ ജെ ജനീഷ് മണ്ഡലം കൊടുങ്ങല്ലൂർ, യുവജനക്ഷേമം, കായികം, പുരാവസ്തു ഗവേഷണം, മ്യൂസിയം, സൂ, രജിസ്ട്രേഷൻ എന്നിവയാണ് വകുപ്പ്. അബ്ദുൽ ഗഫൂറിൻ്റെ ഇനിഷ്യലും കൂടെ ഉണ്ട്, VE അബ്ദുൽ ഗഫൂർ എന്നാണ്. കളമശ്ശേരി മണ്ഡലം, വകുപ്പുകൾ ഫിഷറീസ്, സാമൂഹ്യ നീതി, ക്ഷേമം. KM ഷാജി മണ്ഡലം വേങ്ങര, വകുപ്പ് തദ്ദേശ സ്വയംഭരണം. ഷിബു ബേബി ജോൺ മണ്ഡലം ചവറ, വകുപ്പ് വനം, വന്യജീവി സംരക്ഷണം, നൈപുണ്യ വികസനം. ടി സിദ്ദീഖ് മണ്ഡലം കൽപ്പറ്റ, വകുപ്പ് കൃഷി. M ലിജു മണ്ഡലം കായംകുളം, സഹകരണം, എക്സൈസ് എന്നിവ വകുപ്പുകൾ. അനൂപ് ജേക്കബ് മണ്ഡലം പിറവം, ഭക്ഷ്യം, സിവിൽ സപ്ലൈസ്, ഉപഭോക്തൃകാര്യം, ലീഗൽ മെട്രോളജി എന്നിവയാണ് വകുപ്പ്. ഇനി PK ബഷീർ ഏറനാടാണ് മണ്ഡലം, പൊതുമരാമത്താണ് വകുപ്പ്. മോൻസ് ജോസഫ് കടത്തുരുത്തിയാണ് മണ്ഡലം, ജലസേചനം, ഭവന നിർമ്മാണമാണ് വകുപ്പുകൾ. ഇതിൽ കൂടുതലും പ്രതിനിധീകരിച്ചിട്ടുള്ള ആൾക്കാർ ജില്ല എന്ന് പറയുമ്പോഴത്തേക്കും കൊല്ലമാണ്. ഇവിടെ ബിന്ദു കൃഷ്ണ കൊല്ലമാണ്, PC വിഷ്ണുനാഥ് കുണ്ടറ കൊല്ലമാണ്, പിന്നെ ഷിബു ബേബി ജോൺ ചവറയും കൊല്ലമാണ്. 3 പേരാണ് കൊല്ലത്തു നിന്നുള്ളത്.